ാണ് നിൽക്കുന്നത്. ഒന്ന് പേര് മറച്ചു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. ഒന്നുകിൽ അവരെ തുറന്നു കാട്ടേണ്ടി വരും. രണ്ട്, താങ്കൾക്ക് ശശി വന്നൊരു കാര്യം പറയുന്നു, താങ്കൾ അത് പോയി നിയമസഭയിൽ ഉന്നയിക്കുന്നു സതീഷിനെതിരെ. അതുപോലെ താങ്കളെ കുടുക്കിയതായിക്കൂടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? അല്ല, ഒരിക്കലും അല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ. മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണവുമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂര്. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്ടും ഉണ്ടോ? ആ നിയമത്തിന്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിലെ ഏറ്റവും ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാ കൊടുക്കുന്നത്. ഇന്ന പ്രകാരം ഇവൻ ഇതിന് കുറ്റവാളിയാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66F പ്രകാരം അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിൾ ആണ്, അത് IT ടെററിസം ആണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാന്ന് പറയാ? എന്ത് താപ്പാ പറയാ? അപ്പം ഇതാണ് ഇതിലെ മൊത്തത്തിലുള്ള സ്ഥിതി. ആരാത് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടന്റെ മകനാ. ഉള്ളിപ്പം സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. പുതിയ കഴിഞ്ഞ തവണയല്ല, കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് മത്സരിച്ചു. അതിനുശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല, അതപ്പോ നമുക്ക് ആലോചിക്കാന്ന്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യമായ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. ശ്രേണിയിലുള്ള നേതാക്കളാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഈ P ശശിക്കെതിരേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് P ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കൾ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണോ? നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും അതിൽ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എന്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവണ്ട. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച ആ ജയരാജനെ നിങ്ങൾ കാണുക. അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്, എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ആരെയും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഞാന് പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു, നിങ്ങളിപ്പോ പറയല്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ അവജ്ഞയോടെ തള്ളുന്നു P ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിൽ വലിയ കള്ളനാണല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെ കുറിച്ച് എന്തായി പറയുന്നത്? അപ്പൊ അതിന്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞ എന്താണ്, ഗവർണർ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് മറ്റേ ഫോൺ ചോർത്തൽ.
അതും വരുന്നുണ്ട്. ഇങ്ങനെ ഭയപ്പെടുത്തൽ ഇപ്പൊ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാന് എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിന്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. ഞാൻ പറയട്ടെ, എന്റെ 45 ഞാൻ 9ാം ക്ലാസ് നിന്ന് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിലെനിക്ക് ഒരു പേടിയില്ല. താങ്കൾ പി ശശി പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് താങ്കൾ ഒരു ചാവേറായി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ താങ്കൾ ഈ നവമാധ്യമങ്ങളുടെ മറ്റും വലിയ തോതിലുള്ള CPM-നുള്ള അധിക്ഷേപങ്ങൾ താങ്കൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ട്. ഒന്നും കൂടി ചോദിച്ചാൽ എന്റെ മൈൻഡോടെ പോയി. താങ്കൾ ഒരു ചാവേർ എന്ന കണക്കാണല്ലോ ശശി എഴുതിയിട്ടുന്ന ടൈപ്പ് ചെയ്തെന്ന സാധനം വിളിച്ചു പറഞ്ഞത് പ്രതിഷേധത്തിനെതിരെ. അത് മാത്രമല്ല താങ്കൾ CPM-ന് വേണ്ടി ഈ സൈബർ ഹാൻഡിലൂടെ ഒക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങളോ അധിക്ഷേപങ്ങളോ അഴിച്ചുകൂടിയിരിക്കും. ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിഷയം അതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി. മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്താ പറയാ, നമ്മൾ ആ ഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും വേറെ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. എനിക്ക് എന്റെ ബോധ്യങ്ങളാണ് ഞാൻ ആ കാര്യങ്ങൾ അന്ന് പിണറായി വിജയനെതിരെ വലിയൊരു ആരോപണം നേതാക്കൾ UDF-ലേക്ക് പ്രവേശിക്കാൻ ഏതാണ്ട് താല്പര്യം പ്രകടിപ്പിച്ചത് പരസ്യമായി. അതിന് ഏതെങ്കിലും UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ CPM-മായി താല്പര്യമുള്ള ബന്ധമുള്ള ഏതെങ്കിലും നേതാക്കൾ തടസ്സമായി നിന്നോ? ആരും തന്നില്ല. തിരുവനന്തപുരത്ത് നേതാക്കളെ കാണാൻ വന്നിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. അത് കൂടിക്കാഴ്ച ഉൾപ്പെടെ നടന്നില്ല നിങ്ങളല്ലേ പറയുന്നത്. UDF-ലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അപ്പോഴേക്കും താങ്കൾ നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ UDF-നാണ് എന്ന് പറയുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ കാര്യവും എന്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മളുടെ പാർട്ടി നിലപാടിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDF-ന്റെ നിലപാട് എന്താ പറയാ വിവരിക്കേണ്ടത്. അതിലിപ്പോ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായിസത്തെ കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26-ലെ തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണന് എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ച നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ചു കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ്. പക്ഷേ സ്ഥാനാർത്ഥിയെ താങ്കൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അത് നിലമ്പൂര് ഞാൻ രാജിവെച്ച ഒഴിവില്ല. അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. ഞാൻ ചോദിച്ചത് UDF-നകത്തേക്ക് ഇനി വരണമെങ്കിൽ എന്തായാലും കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മുന്നണി ചില മര്യാദകളുണ്ടാവും. അപ്പോൾ അത് നൽകുമോ ഇനി തൃണമൂൽ? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എന്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാലേ എനിക്ക് തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ UDF-ന് കൊടുക്കും. കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല, അപ്പൊ ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്ക് ഏതായാലും അവിടെ വോട്ടില്ല. എനിക്ക് എറണാകുളത്തിലാണ് വോട്ട് ചെയ്യേണ്ട എന്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അതെന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്.